കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ഇരകൾ ആരാണ്? ബോംബ് കൊണ്ടു നടക്കുന്നവരോ എറിയുന്നവരോ അല്ല, സാധാരണ ജനങ്ങളാണ് യഥാർത്ഥ ഇര. രാഷ്ട്രീയ നേതൃത്വം പൊട്ടിച്ച ബോംബിന്റെ ചരിത്രം മറക്കാൻ CPM-ന് വളരെ എളുപ്പമായിരിക്കും. എന്നാൽ ജനങ്ങൾക്ക് അത്ര നിസാരമല്ല നടന്ന ഓരോ സംഭവങ്ങളും. ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരകളായത് ഒന്നോ രണ്ടോ പേരല്ല, കൊതി തീരാത്ത നാടായി മാറിയ കണ്ണൂർ. ബോംബിന്റെ നാടായി തന്നെ കണ്ണൂരിനെ ഇനിയും വിശേഷിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം കേരളക്കര കണ്ട കണ്ണൂർ എരഞ്ഞോളിയിലെ സീനയുടെ വിലാപം കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളുടേതാണ്. അത് കേരള സമൂഹത്തിന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. വീട്ടുവളപ്പിൽ നിന്നും തേങ്ങ പറക്കാൻ പോലും കഴിയാത്ത നാടായി കണ്ണൂർ മാറിയതെങ്ങനെ? സ്വന്തം കുട്ടികളെ പറമ്പുകളിലും മൈതാനങ്ങളിലും കളിക്കാൻ അനുവദിക്കാൻ പോലും വീട്ടുകാർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട്? അവർക്ക് സമാധാനത്തോടെ ശ്വസിക്കാൻ, ജീവിക്കാൻ കഴിയാതെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാ? ഇവർ ആരെയാണ് ഭയക്കുന്നത്? ബോംബ് നിർമ്മിക്കുന്നവരെയും അതിന് ആഹ്വാനം നൽകുന്നവരെയും എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ഓരോ നിമിഷവും നെഞ്ചിടിപ്പോടെ ജീവിക്കുന്ന കണ്ണൂരിലെ സാധാരണക്കാർ ഇനിയും ഭയന്ന് ജീവിക്കാൻ തയ്യാറല്ല. അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നാവ് ഉയർത്തുക തന്നെ ചെയ്യും. ചോദിക്കേണ്ടത് അധികാരികളോട് ചോദിക്കുക തന്നെ ചെയ്യും. അധികാരികളെ, ജനം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഭയപ്പെടേണ്ടത് നിങ്ങളാണ്. സധൈര്യത്തോടെ എല്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണേൽ മരിക്കാൻ അവർ തയ്യാറാണ്. ആരെയോ കൊല്ലാനായി പദ്ധതിയിട്ട് അവർക്കെതിരെ നിർമ്മിച്ച ബോംബുകളെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ കഴിയുന്നതല്ല ഇത്. നിരപരാധികളെ നിഷ്കരുണമില്ലാതാക്കുന്ന കണ്ണില്ലാത്ത ക്രൂരത കണ്ണൂരിന്റെ തുടർക്കഥയാവുകയാണ്. ബോംബ് പൊട്ടി മരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ഭയന്നിട്ടാണ് പ്രതികരിക്കാത്തത്. മിണ്ടിയാൽ അവർ ബോംബെറിയും. CPM-കാർ ഇതിനു മുൻപും പലതവണയും ബോംബുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീടുകളും പറമ്പുകളും ഇവരുടെ പ്രധാന താവളങ്ങളാണ്. മിണ്ടിയാൽ വീടുകളിലേക്ക് ഇവർ ബോംബെറിയും എന്നതിൽ സംശയമില്ല. സീനയുടെ മാത്രമല്ല, കണ്ണൂർ ജനങ്ങളുടെ രോദനമാണിത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയോടുള്ള ചോദ്യം: നമ്മുടെ ജീവൻ രക്ഷിക്കാൻ, ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യം ഉയരുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിൽ നിന്നുമാണ്. രാഷ്ട്രീയ അക്രമങ്ങളും സംഘർഷങ്ങളും വലിയ തോതിൽ കുറയുമ്പോഴും ഈ മണ്ണിലെ ബോംബ് സ്ഫോടനങ്ങളുടെ എണ്ണത്തിൽ കുറവില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് തേങ്ങ പറക്കുന്നതിനിടെ ബോംബ് പൊട്ടി മരിച്ച കണ്ണൂർ എരഞ്ഞോളിയിലെ 75-കാരനായ വേലായുധൻ. ഇലക്ഷൻ പ്രചരണം ചൂടുപിടിച്ചിരിക്കെ ഏപ്രിൽ 5-ന് പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഷെറിൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ മേധാവിത്വം നിലനിർത്താനും തെരഞ്ഞെടുപ്പ് കാലത്തെ എതിരാളികളെയും സാധാരണ വോട്ടർമാരെയും ഭയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇന്നും നാടൻ ബോംബുകളും മറ്റും നിർമ്മിക്കുന്നത്. പാനൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി എന്നിവിടങ്ങളിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ CPM-കാരുടെ ഹബ്ബാണെന്നുള്ളതും ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നതും പകൽ പോലെ സത്യം. വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് നിർമ്മിക്കാൻ പാർട്ടിയുടെ പരസ്യ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് രഹസ്യമായാണ് എന്നതാണ് വ്യത്യാസം. ബോംബ് നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ ആരാണെന്ന് കൃത്യമായി പാർട്ടിക്കാർക്കറിയാം. എന്നാൽ അവർക്കെതിരെ ഒരു പരിധിക്കപ്പുറം ചെറുവിരൽ പോലും അനക്കാൻ പാർട്ടിക്ക് കഴിയില്ല. കാരണം അവരുടെ കയ്യിൽ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കാൻ കഴിയും വിധം പല രഹസ്യങ്ങളും ഉണ്ടത്രേ. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അവർ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബോംബുകൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്നവരുണ്ടെന്ന് LDF കൺവീനർ EP ജയരാജൻ തന്നെ തുറന്നു പറയുകയുണ്ടായി. അത് കേരളം കണ്ടതാണ്, കേട്ടതാണ്. CPM-ന്റെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു തിരുത്തൽ വേണം. അതിന് കേരളീയ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു ചിന്തിക്കണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭയമില്ലാതെ ജീവിക്കാൻ ഓരോ ജനതയ്ക്കും അവകാശമുണ്ട്. ഇനിയെങ്കിലും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കട്ടെ.